വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ദുപ്പട്ടാസ് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാനിപ്പോ വിചാരിച്ചു കുറച്ച് ഇവിടെ ഉള്ള സ്റ്റോക്ക് ഉള്ള ദുപ്പട്ടാസിന്റെ കാണിച്ചു തരാം. അപ്പൊ എല്ലാം ഉണ്ട്. നമ്മളിപ്പം ടോപ്പ് ഓൺലി ബുക്കിംഗ് വരുമ്പോ മാറി വരുന്ന ദുപ്പട്ട അങ്ങനെ പിന്നെ എന്താ അങ്ങനെ ഉള്ള എല്ലാത്തിന്റെയും കൂടെ ഉണ്ട്. പിന്നെ നെറ്റിന്റെ എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ അത് ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് എല്ലാ സ്റ്റോക്കും അങ്ങനെയുള്ള ലിമിറ്റഡ് പീസസ് ഒക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പുതിയ സ്റ്റോക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഞാനിപ്പോ ഫസ്റ്റ് തന്നെ ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്ന ഇതാണ് ഒരു ബാത്തിക് പ്രിന്റ് വരുന്ന എന്താ പറയാ പ്യുവർ ഓർഗൻസി ആണെന്ന് തോന്നുന്നു ഇതിനകത്തോട്ട്. ഇത് പ്യുവർ ആണ്. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇത് അയൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഫുൾ പ്രിന്റ് വരും കേട്ടോ. ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഇതുപോലെ കണ്ടോ ഈ ഒരു സെറി ഗോൾഡൻ സെറിയുടെ ഡിസൈൻ വരുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ വൈറ്റിലോട്ട് പെയർ ചെയ്യുമ്പോൾ കളർ ബ്ലീഡ് ഉണ്ടാവും. ഒരിക്കലും വൈറ്റിന്റെ കൂടെ ഇത് പെയർ ചെയ്ത് റെഡിന്റെ കൂടെ ബ്ലാക്കിന്റെ കൂടെ അങ്ങനെ ഡാർക്ക് ടോൺസിന്റെ കൂടെ ആകുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. വാഷ് ചെയ്യുമ്പോൾ ഷ്രിങ്ക് ആയില്ലെങ്കിൽ കൂടെ കളർ ബ്ലീഡ് നന്നായിട്ടുണ്ടാവും. കാരണം ഞാനിപ്പം വൈറ്റിന്റെ കൂടെ ഞാൻ പെയർ ചെയ്തപ്പം ആണ് എനിക്ക് മനസ്സിലായത് കളർ അതിനകത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. ഇതാണ് അതിന്റെ നല്ല സൂപ്പർ ദുപ്പട്ടയാണ്. ഇത് തനിയെ ഇതുപോലെ വരും. ഇത് നമ്മൾ ഫുള്ളി ഇങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഒരു ഭംഗിയായിട്ട്. പക്ഷെ അല്ലാതെ അയൺ ചെയ്തിട്ട് നിവർത്തുമ്പോൾ ഭയങ്കര വിട്ടും ലെങ്ത് ഒക്കെ വരും. ഇതിന്റെ എൻഡിലോട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസിൽസ് ഒക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ ഇതുപോലെ ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് അതിന്റെ ഈ ഒരു പ്രിന്റ് വരുന്നത്. കണ്ടോ ഇതുപോലെ ഇത് അയൺ ചെയ്യുമ്പോൾ നല്ല രസമാണ്. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്കത് റേറ്റ് കൂടുതലാണ്. കുറച്ച് 1200 ആ റേഞ്ച് ഉണ്ട്. ഈ ഒരു ദുപ്പട്ട പ്യുവർ ആയതുകൊണ്ടും ഇത് ഈ ഒരു ഫോമിലേക്ക് വരുന്നത് കൊണ്ടുമാണ് കേട്ടോ. അപ്പം ഇതാണ് ഫസ്റ്റ് ഇപ്പം ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇതേപോലെ തന്നെ എന്താ പറയാ ഇതൊരു ഷിഫോണിലാണ്. ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റോളായിട്ട് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കണ്ടോ നല്ല യെലോയുടെ ആഷിലോട്ട് യെലോയുടെ പ്രിന്റ് വരുന്നതാണ്. എൻഡിലോട്ട് ഇതേപോലെ തന്നെ ടാസിൽസ് ഒക്കെ വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ. ഇതിന്റെ റേറ്റ് വരുന്നത് 300 ആണ്. ഈ ഒരു ടോപ്പ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത്. പിന്നെ വന്നേക്കുന്ന ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ നമ്മള് ഷോള് അല്ല ടോപ്പിന്റെ കൂടെ പെയർ വരുമ്പോൾ അങ്ങനെ വന്നേക്കുന്നതാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട കേട്ടോ. ഇതും നമ്മൾ പ്യുവർ ആണ്. വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങാതെ നോക്കണം. അതുകൊണ്ട് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ഇതുപോലെ നല്ല ലീഫിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് 4 സൈഡിലോട്ട് ബോർഡർ ഒക്കെ വന്നിട്ട് ഈ ഒരു പാറ്റേൺ. ഓക്കെ ഇതും വരുന്നത് നമുക്ക് 400 റേഞ്ച് ഒക്കെ വരും. അതൊക്കെ ഇത് വന്നിട്ട് ഒരു എന്താ പറയാ മസ്ലിൻ ഫാബ്രിക് പോലെ അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇത് ലിമിറ്റഡേ ഉള്ളൂ. നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല വിട്ടും ലെങ്ത് ഒക്കെ ഉള്ള ബോർഡർ ഒക്കെ വരുന്ന ദുപ്പട്ടയാണ്. ഇതേപോലെ ഉണ്ടാവും. ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. 4 സൈഡിൽ ബോർഡറും ടാസിൽസ് ഒക്കെ വന്നിട്ട്. ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് 450 ആണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് എന്താ പറയാ ചന്തേരി ഫാബ്രിക് ആണ് കേട്ടോ. ഇതുപോലെ നമുക്ക് 4 സൈഡ് ബോർഡർ ഒക്കെ ആയിട്ട് നല്ല വൈറ്റിന്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് നല്ല അടിപൊളിയാണ് കണ്ടോ. ഇതിന്റെ റേറ്റ് 750 ആണ് കേട്ടോ. ഇതുപോലെ ഇതിന്റെ സെറി ബോർഡറും ഞാൻ അതിന്റെ ക്രോസ് പിക്ക് കാണിച്ചത് നമ്മുടെ വൈറ്റിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യുമ്പോൾ നല്ല രസമാണ് കണ്ടോ. ഈ സെറി ബോർഡർ ഒക്കെ ആയിട്ട് ഇത് ഇതേപോലെ ഉണ്ടാവും. എൻഡിലോട്ട് ഇതുപോലെ ബോർഡർ. ഇനി അത് തന്നെ നമ്മള് ഗോൾഡൻ കളറിലോട്ടും ഉണ്ട്. ഇതുപോലെ നല്ല ഇത് ഞാനൊരു മെറൂണിന്റെ കൂടെ പെയർ ചെയ്തായിരുന്നു. ഇപ്പൊ കണ്ടോ ഈ മെറൂൺ ടോപ്പിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഭംഗി വരുന്നത്. നല്ല രസം കേട്ടോ. ഇത് കണ്ടോ സെറിയുടെ ബോർഡർ തന്നെയാണ് ഇതിനകത്തോട്ട് വരുന്നത്. അപ്പൊ ഇതുപോലെ ഉണ്ടാവും. ഇതിനെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ ഇതിന്റെ വീവിങ് വന്നേക്കുന്നത് കണ്ടോ ഇതുപോലെ. എന്നിട്ട് പ്രിന്റ് ഇതേപോലെയാണ് വരുന്നത്. ഓക്കെ കണ്ടോ ഇത് വരുന്നത് എൻഡിലോട്ട് ഇതേപോലെ ബോർഡർ വരുന്നുണ്ട്. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നതും 750 850 ആ റേറ്റ് ആണ്. കറക്റ്റ് നോക്കണം. ഇത് ടിഷ്യൂ സിൽക്ക് ആണ്. ഇതിന്റെ കളർ നമ്മൾ അറിയണമെങ്കിൽ ഇതുപോലെ ഡബിൾ ലെയർ അപ്പം ഇതുപോലെ ഉണ്ടാവും. ഇതിന്റെ എൻഡിലോട്ട് ഇതേപോലെ ബ്ലൂ കളർ ടാസിൽസ് ഒക്കെ ആയിട്ട് കണ്ടോ. ഓക്കെ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് 850 ആണ് കേട്ടോ. 850 പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. സെയിം തന്നെ അതിന്റെ ഒരു കളറും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതിന്റെ കളേഴ്സ് നമുക്ക് വേറൊരു പ്രോഡക്റ്റിൽ ഇങ്ങനെ ആ ഒരു കളറിന്റെ മേലെ വരുമ്പോൾ ഡബിൾ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അങ്ങനെ വരുമ്പോഴേ ഞാൻ കാണിച്ചു തരാം. ഇതും വേറൊരു ഇതിൽ വെച്ചിട്ട് ഇതിൽ വെക്കുമ്പോൾ എത്രത്തോളം അറിയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതും ഈ മെറൂണിന്റെ കൂടെ ഞാൻ പെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ കണ്ടോ ഇതുപോലെ ഉണ്ടാവും. നല്ല രസമാട്ടോ. ക്രഷ്ഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു നല്ല ഒരു സിമ്പിൾ പ്ലെയിൻ ടോപ്പ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ കൂടെ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ 850 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ എൻഡിലോട്ടും ഈ ഒരു ടാസിൽസ് കണ്ടോ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ പെയർ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഉണ്ടാവും ഇതുപോലെ. ഓക്കെ അതിന്റെ തന്നെ പ്ലെയിൻ ഇതൊരു
ഒരു വയലറ്റ് മിക്സ് ആയിട്ടുള്ള കണ്ട ഈ ബോർഡർ കളറാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ കളർ വരുന്നത്. ഇതുപോലെ ഉണ്ടാവും ടിഷ്യൂന്റെ ഈ ഒരു ദുപ്പട്ട. ഇതിന് ടാസൽസ് ഇല്ല, ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ക്രഷ്ഡ് ഇതുപോലെ തന്നെയാണ് കണ്ടോ. ഇങ്ങനെ നോക്കിയാലും അതിന്റെ കളർ മനസ്സിലാവുള്ളൂ. നല്ല രസമാട്ടോ. നമുക്ക് ഇതും പ്ലെയിൻ ടോപ്പിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഞാൻ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളത് കാണിച്ചു തരാം. ഇതുപോലെ ഷിഫോൺ ഭയങ്കര സ്മൂത്ത് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തേക്ക് ഒത്തിരി പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. ഈ ഒരു ദുപ്പട്ട ഇതുപോലെ ഉണ്ട്. ഇതുപോലെ 4 സൈഡ് ബോർഡർ ഒക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വെയർ ചെയ്യാം. ഇതുപോലെ 2 സൈഡ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സൈഡോ ഇതുപോലെ ഇടാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും. പിന്നെ അത് തന്നെ വേറൊരു കളറിലോട്ടും ഇതുപോലെ തന്നെ ഉണ്ട്. ഇതും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ. ഇതുപോലെ ഇതുപോലെ ഉണ്ടാവും. ഇതും നല്ല സ്ട്രെച്ചബിൾ ആണ് കണ്ടോ. നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉണ്ട്. നമുക്ക് വൈറ്റിന്റെ കൂടെ ബ്ലൂയുടെ കൂടെ എല്ലാം പറയാം. ഇതുപോലെ ഉണ്ടാവും ഈ ഒരു ദുപ്പട്ട. ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് 450 ആണ്. ഇപ്പൊ ഞാൻ ഈ കാണിച്ചേക്കണേന്റെ റേറ്റ് 450 ആണ്. ഫാബ്രിക്കാണ്. നമ്മൾ ഈ മൊഡാലൊക്കെ യൂസ് ചെയ്യില്ല, അതുപോലെ ഉണ്ട്. ഇതും നമ്മൾ ഇപ്പം ഇതിന്റെ 2 കളേഴ്സ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഈ ബ്ലൂ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ ഇതും 2 സൈഡൊക്കെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ കണ്ടോ, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഓക്കെ, ഇതിന്റെ റേറ്റ് 550 ആ റേഞ്ചൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ വന്നേക്കുന്നത് ഇതുപോലെ നെറ്റ് കോട്ടയിൽ വന്നിട്ട് ഇതേപോലെ റെഡ് ആണ്. ഇങ്ങനെ ഉണ്ടാവും. റെഡ് നെറ്റ് കോട്ട ഫാബ്രിക്കിലോട്ട് ഇതുപോലെ റെഡിലോട്ട് ഈ ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇതുപോലെ ഇതും ഒരു അയൺ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ വലിയ എന്താ പറയുക നല്ല വിട്ടും ലെങ്ത് ഒക്കെ വരും. ഇതിന്റെ ബോർഡറൊക്കെ അതും ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യണവർക്കും ഇങ്ങനെ യൂസ് ചെയ്യാം. നമ്മളൊരു എന്താ പറയാ ഒരു സിമ്പിൾ ആയിട്ടൊരു ദുപ്പട്ട ഇങ്ങനെ 1 സൈഡിലോട്ട് ഇട്ടിട്ട് ഇതിന്റെ എൻഡിലോട്ടും ടെസൽസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 300 ആണ് കേട്ടോ. പിന്നെ കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഒരു പീസാണ് ഇത്. പ്യുവർ ആയിട്ടുള്ള ഷിഫോൺ ആ ഫാബ്രിക്കിലോട്ട് ഫുള്ളി വർക്കാണ്, ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതുണ്ടോ 4 സൈഡ് ബോർഡർ ഒക്കെ വെച്ചിട്ട് ഞാൻ ആ വർക്ക് ഫുള്ളി ഉള്ളിലോട്ട് മൊത്തം ആ ഒരു വർക്ക് ഉണ്ട് ഇതുപോലെ ചെയ്തേക്കുന്നത്. ഇതിന്റെ വർക്ക് ഞാൻ കാണിച്ചിരാം ക്ലോസ് ആയിട്ട്. ഇതുണ്ടോ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, 4 സൈഡും ഉണ്ട് ആ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഇതുപോലെ ഓക്കെ, ഇതും നമുക്ക് ഇങ്ങനെ 2 സൈഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെയൊക്കെ നമുക്ക് ഓരോരോ പീസസ് ഒക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഇതും നെറ്റ് കോട്ട ഫാബ്രിക്കിലോട്ട് വന്നിരിക്കുന്നതാണ്. ഇതുപോലെ നല്ല വിത്തുള്ള ബോർഡർ വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. എന്താ നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ. നല്ല ഇതും ഞാൻ പറഞ്ഞില്ലേ കാണുമ്പോൾ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് 2 സൈഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നല്ല ബ്ലൂ കളറിലോട്ടാണ് ഇത് വരുന്നത്. ഇതാ ഇതുപോലെ ഉണ്ടാവും. ഇതും റേറ്റ് വരുന്നത് 450 ആ റേറ്റൊക്കെയാണ്. ഇത് വന്നിട്ട് ഷിഫോണിൽ തന്നെ. ഇതൊക്കെ നമ്മൾ മുമ്പ് പെയർ ചെയ്തേക്കുന്ന ടോപ്പിന്റെ കൂടെ. അപ്പൊ അത് നമുക്ക് ടോപ്പ് ഓൺലി ആവുമ്പോൾ ദുപ്പട്ടാസ് അങ്ങനെ ലെഫ്റ്റ് ആവുന്നതാണ്. ഇതുപോലെ വരും. 2 സൈഡ് ക്രോഷോലീസ് ഒക്കെ വെച്ച് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ. നമുക്കപ്പം ഈ ഒരു കളർ പ്ലെയിൻ ടോപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ബ്ലൂ കളറൊക്കെ വരുന്നത് ഉണ്ടെങ്കിൽ പെയർ ചെയ്യാവുന്നതാണ്. 4 സൈഡും ക്രോഷോലീസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു ഡബിൾ ലെയർ ഇടയിലും ക്രോഷോലീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇതിന്റെ ഉള്ളിൽ ഒരു പ്രിന്റ് ഉണ്ട്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. വേണ്ട ഇതുപോലെ. ഓക്കെ, അപ്പൊ അത് പിന്നെ വന്നിട്ട് ഇതും ചന്തേരി ഫാബ്രിക്കിലോട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു നല്ലൊരു എന്താ പറയാ പീച്ച് കളറിന്റെ ഡാർക്ക് തന്നെ 2 സൈഡും ഇതുപോലെ ഫുള്ളി ത്രെഡ് വർക്ക് കൊടുത്തിട്ട് അതുപോലെ ഇതാ ഫുള്ളി ത്രെഡ് വർക്കും ഉള്ളിലോട്ടും ആ ഒരു ത്രെഡ് വർക്ക് ഉണ്ട്. ഇതുപോലെ നെയ്ത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതൊന്ന്. പിന്നെ ഇതും വന്നിട്ട് പ്യുവർ ആണ്. ഇത് വാഷ് ചെയ്യുമ്പോൾ കെയർ ചെയ്യണം. കളർ ബ്ലീഡും ഉണ്ടാവും, ചുരുങ്ങിയും പോകും. കാരണം പ്യുവർ ആയതുകൊണ്ട് തന്നെ അയൺ ചെയ്തിട്ട് നമ്മൾ നല്ല ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഷോർട്ടാണ് കണ്ടത്. ഇതുപോലെ അയൺ ചെയ്ത് നല്ല വിട്ടും ലെങ്ത്തിലേക്കും ആയി വരും കേട്ടോ. അതിന്റെ എൻഡിലോട്ടൊക്കെ ഈ ഒരു സ്കാലപ്പ് പോലെ കണ്ടോ ഡിസൈൻ കണ്ടോ, ബാത്തിക് പ്രിന്റ് വരുന്ന ടൈ ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇതുപോലെ ആ ഒരു നമ്മൾ അയൺ ചെയ്യുമ്പോൾ ആ ഡിസൈൻ ഇങ്ങനെ ഇതായിട്ട് വരും. ഓ കണ്ടോ, ഫുള്ളി കെട്ടിയിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതാ ഇത് നിവർത്തി കഴിയുമ്പോൾ ഭയങ്കര നമ്മുടെ നോർമൽ ദുപ്പട്ടയുടെ വിത്തിലോട്ടും ലെങ്ത്തിലോട്ടും വരും. അതല്ല ഇങ്ങനെ ഒരു സ്റ്റോൾ ടൈപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതൊരു നെറ്റിലോട്ട് സ്റ്റോൺസ് ഉള്ളതാട്ടോ. ഒരു സമയത്ത് ഇത് ട്രെൻഡ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മളിത് ഒരു പീസ് ഇരുന്നപ്പോൾ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ.
ഇങ്ങനത്തെ ദുപ്പട്ടാസ് വേണം എന്നുള്ളവർക്ക് ഇതുപോലെ ഇത് സ്റ്റോൺസ് ചിലപ്പോൾ റിമൂവ് ഔട്ട്, അത് ഞാൻ പ്രത്യേകം പറയുന്നതാണ്. സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്, നെറ്റിലോട്ട് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ചിലപ്പം അത് റിമൂവ് ആവും. എന്നാലും ഇതുപോലെ ഇടയിൽ കണ്ട ഫുള്ള് ഉണ്ട് ഇതുപോലെ. ഇതൊരു പാറ്റേൺ. പിന്നെ പാകിസ്ഥാനി ദുപ്പട്ട ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഇതും നമുക്ക് ഒത്തിരി പീസ് ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഇതിൽ വരുന്ന ആ മിറേഴ്സിൻ്റെ ഇത് നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് 4 സൈഡും സ്കാൽപ്പൊക്കെ വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. ഫുള്ളി നല്ല വർക്കായിട്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് ഓരോരോ പീസസൊക്കെ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഇത് പ്യുവർ വിസ്കോസ് ഓർഗൻസയിൽ വന്നേക്കുന്നതാണ് ഈ ഒരു ദുപ്പട്ട. റെഡിലോട്ട് ഇതുപോലെ ത്രെഡ് വർക്ക് കണ്ടോ, ചിക്കൻ കറി വർക്ക് പോലെ കാന്ത സ്റ്റിച്ച് പോലെയും പോയിട്ടുണ്ട് അതുപോലെ. എന്നിട്ട് അതിനകത്തോട്ട് സീക്വൻസും ഉണ്ട്. 4 സൈഡ് ബോർഡറൊക്കെ ആയിട്ട് ഈ സൈഡും ബോർഡർ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിത് ഇട്ടപ്പം അതിൻ്റെ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ കാണിക്കുന്നത്. നമുക്ക് ഇവിടെ ഇരുന്ന പീസുകൾ ഇതുപോലെ പ്യുവർ വിസ്കോസിലാണ് ഇതുപോലെ ത്രെഡ് വർക്ക് വന്നേക്കുന്നുണ്ടോ. അതുപോലെ വന്നിട്ട് ഫുള്ളി അതിൻ്റെ അകത്തോട്ട് ഈ ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അത് തന്നെ ഒരു ലൈറ്റ് ലാവൻഡറിലോട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പിങ്ക് കാണിച്ച ആ ഒരു സെയിം പാറ്റേൺ തന്നെ ലൈറ്റ് ലാവൻഡറിലോട്ട് ഇതേപോലെ. ഇതും പ്യുവർ വിസ്കോസ് ഓർഗൻസിയാണ്. വാഷ് ചെയ്യുമ്പം ഡ്രൈ വാഷ് ചെയ്യാവും, ചിലപ്പം അത് ചുരുങ്ങി പോകും. അതുകൊണ്ടാണ് പറയണേ. ഇതിനകത്തോട്ട് ചിക്കൻ കാരിയുടെ ഈ ഒരു വർക്ക് കണ്ടോ, ഇടയിലും ആ ഒരു വർക്ക് തന്നെയുണ്ട്. അത് ആ പ്യുവറാണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ആ വർക്ക് കണ്ടോ അതുപോലെ. ഇതൊരു ലൈറ്റ്, നമുക്ക് ഈ ഒരു കളർ ടോൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്കിനൊക്കെ പെയർ ചെയ്യാം, വൈറ്റിനും പെയർ ചെയ്യാം, സെയിം ടോണിനും പെയർ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ഒരു സ്റ്റോൾ ടൈപ്പ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതുപോലെ ഇതാ സിമ്പിൾ ആയിട്ടൊരു സ്റ്റോൾസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതും ചന്തേരി ഫാബ്രിക് ആണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അത്യാവശ്യം ലെൻസോസ് ഉണ്ട്. പിന്നെ ഇതും ഇതുപോലെ നേരത്തെ കാണിച്ച ബാത്തിക് പ്രിന്റ് തന്നെ വരുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ സ്റ്റോക്ക് ഒക്കെ ഇവിടെ ഇരുന്നപ്പം ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് നമ്മൾ അയൺ ചെയ്ത് ഇതുപോലെ ഇതും വാഷ് ചെയ്യുമ്പോൾ ഡ്രൈ വാഷ് ചെയ്യണം കണ്ടോ, ചുരുങ്ങി പോകാൻ. ഇതുപോലെ ഇതും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അയൺ ചെയ്യുമ്പോൾ ഭയങ്കര വിട്ടും ലെങ്ത് ഒക്കെ വരും. ഇതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടോ, ഈ ഒരു അയൺ ചെയ്ത് ഇത്രയും ഇതിലോട്ട് വരും. ഓക്കെ, ഇനി രണ്ടിലോട്ടും ടാസിൽസ് ഒക്കെ ഉണ്ട്. 4 സൈഡും ഇതിനൊരു ഗോട്ടയുടെ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതൊരു നോർമൽ ഒരു കളറിലോട്ട് ഇതുപോലെ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. ഈ സ്കാൽപ്പ് എൻഡൊക്കെ ഈ സൈഡിലോട്ട് ത്രെഡ് വർക്കാണ് ഫുള്ളി വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നേരത്തെ കാണിച്ച ആ മോഡൽ തന്നെ ക്രോഷോലേസ് വന്നിട്ട് ആർക്കെങ്കിലും ഇതിനൊക്കെ പറ്റിയ ടോപ്സ് ഉണ്ടെങ്കിൽ പെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ക്രോഷോലേസ് വെച്ചിട്ട് നല്ലൊരു ലൈറ്റ് കളർ, അപ്പോൾ ഈ ഒരു കളറിന് മാച്ച് ആവും, ക്രീമിന് മാച്ച് ആവും ഒക്കെ യൂസ് ചെയ്യാം. 4 സൈഡും ക്രോഷോലേസ് വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതൊരു പ്ലെയിൻ യെല്ലോ ആണ് കേട്ടോ. പ്ലെയിൻ യെല്ലോ സ്റ്റോൾസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ നല്ല അതിൻ്റെ എൻഡിലോട്ട് ഇതേപോലെ ഗോട്ടയുടെ ലേസ് ആവാൻ നിൽക്കുന്നത് സിൽവർ കളർ. ഓക്കെ, പിന്നെ നെറ്റിലോട്ട് ഇതേപോലെ ഞാൻ പറഞ്ഞില്ല നേരത്തെ സ്റ്റോൺ കാണിച്ച പോലെ തന്നെ ഈ ഒരു ഇടയ്ക്ക് നമ്മൾ ഒത്തിരി ചെയ്തൊരു പീസായിരുന്നു ഇത്. ഇതുപോലെ ഗ്ലിറ്ററിങ് ആണ് കേട്ടോ. ഇത് വാഷ് ചെയ്യുമ്പം കുറച്ച് പോവും, എന്നാലും അതിനകത്ത് ഉണ്ടാവും. എല്ലാവരും ഇത് പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് എടുത്ത് പറയുന്നത്. നല്ലൊരു ഡാർക്ക് റാണി കളറാണിത്. ഇതുപോലെ അത്യാവശ്യം വിട്ട് ലെങ്ത് ഒക്കെ ഉണ്ട്. റണ്ണിങ് മെറ്റീരിയൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഇതൊക്കെ നമ്മൾ. ഓക്കെ, പിന്നെ വന്നേക്കുന്ന ഈ ഒരു പാറ്റേൺ ഇതും കുറച്ച് ഹെവിയാണ്. ഇത് സ്റ്റോൺസ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് ഇതിനകത്തോട്ട്. നല്ലൊരു റയർ ഷെയ്ഡാണ്. ഇതുപോലെയാണ് അതിൻ്റെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. പേൾസും കട്ട് ബീഡ്സും വെച്ചിട്ട് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഇതേപോലെ. ഓക്കെ, അപ്പം ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലിമിറ്റഡ് എല്ലാത്തിൻ്റെയും ഒരുപാട് പീസസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.